നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്ത് ബി.ജെ.പിയുടെ ആ സസ്പെൻസ് പുറത്താകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ബി.ജെ.പിക്ക് വേണ്ടി നിൽക്കാൻ പോകുന്നത് ഒരു വനിത തന്നെ, അല്ലെങ്കിൽ ആർ ശ്രീലേഖ തന്നെ എന്നുള്ള തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നു. കേരളത്തിലെ ആദ്യത്തെ ബി.ജെ.പി മേയറായി തിരുവനന്തപുരത്ത് രംഗപ്രവേശനം ചെയ്യാനൊരുങ്ങുകയാണ് ശ്രീലേഖ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പേര് കൂടെ ഒരു സ്ത്രീയുടേതാകുമെന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ബി.ജെ.പിയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഏറെ വലിയ സാഹചര്യങ്ങളാണ് ഒരുക്കി നൽകുന്നത് എന്നുള്ളതടക്കമുള്ള വിലയിരുത്തലാണ് ശ്രീലേഖയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. കുറച്ചധികം ദിവസമായിട്ട് കൗൺസിലിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിന്നിരുന്നത് വി രാജേഷിന് വേണ്ടി RSS വലിയ രീതിയിൽ പ്രതിഷേധമായിട്ട് രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ RSSനെ സമവായത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള തീരുമാനം ബി.ജെ.പിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏകദേശം ബി.ജെ.പിക്ക് മുൻപിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും കടന്നു കഴിഞ്ഞു. ഇനി എപ്പോൾ വേണമെങ്കിലും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ആർ ശ്രീലേഖയുടെ പേര് അത് തന്നെ ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കൗൺസിലർമാർക്ക് എന്തെങ്കിലും വിയോജിപ്പുകൾ ആർ ശ്രീലേഖയെ നിർത്തുന്നത് കൊണ്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു. ആ അന്വേഷണത്തിലൊന്നും ഒരാൾ പോലും എതിർപ്പ് പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇനി ആർ ശ്രീലേഖ തന്നെ ആയിരിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ട് വരുന്നത് എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. നിലവിൽ ഡൽഹിയിലായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞുകൊണ്ടുള്ള ആ ഒരു വരവ് അതൊരു പക്ഷേ ആ മേയർ കാൻഡിഡേറ്റിന്റെ പേര് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്നാണ് ആ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ ചരിത്ര നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ മേയറായിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മേയറായിട്ട് അധികാരത്തിലേറുമ്പോൾ ഇന്നിപ്പോൾ ഈ തവണ ആർ ശ്രീലേഖയാണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ കേരളത്തിലെ ബി.ജെ.പിക്കുള്ള ആദ്യത്തെ വനിതാ മേയറായിട്ട് കൂടെ അധികാരത്തിൽ വരും എന്നുള്ളതാണ്. എന്തായാലും ഈ പേരുകൾ, ഈ സംശയങ്ങളെല്ലാം ശ്രീലേഖയിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള നടപടിയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് എത്തുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടായത്. പ്രതീക്ഷിച്ചതിൽ വലിയ ഒരു വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ട് തന്നെ ബി.ജെ.പി അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചു. ചെങ്കോട്ട പൊളിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈക്കലാക്കി ഏകദേശം 50 സീറ്റുകൾ കരസ്ഥമാക്കിയ ബി.ജെ.പിക്ക് പിന്നീട് മുന്നോട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് മേയർ കാൻഡിഡേറ്റായി ഇനി ആര് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ആർ ശ്രീലേഖയുടെ പേര് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള രാഷ്ട്രീയ അപരിചിതം അത് തന്നെയാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഒരു പക്ഷേ മേയറായി കഴിഞ്ഞാൽ ശ്രീലേഖയ്ക്ക് അത്ര പെട്ടെന്നൊന്നും ജനങ്ങളുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം കിട്ടില്ല, അല്ലെങ്കിൽ അതോട് പൊരുത്തപ്പെട്ടു പോകാൻ സമയമെടുക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദമായിട്ടും ആരോപണവും ായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് ശ്രീലേഖ വോട്ട് നേടിക്കൊണ്ട് ജയിച്ചു വരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള പ്രതിസന്ധി മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖയെ നിർത്തി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് എങ്ങനെ ഗുണം ചെയ്യും, ദോഷം ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാ ചർച്ചകൾക്കും ഒടുവിൽ ശ്രീലേഖയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് ബി.ജെ.പിയുടെ ഒരു വരവ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കണ്ണും നട്ട് നിൽക്കുകയാണ് ജനങ്ങൾ. കേരളത്തിൽ ബി.ജെ.പി ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വലിയ രാഷ്ട്രീയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്ന ബി.ജെ.പിയുടെ അടുത്ത പ്രവർത്തനം എന്താ എന്നത് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. തലസ്ഥാന നഗരിയിൽ 45 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഇടതുപക്ഷ ഭരണമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഈ തവണ അവസാനിപ്പിച്ചത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ടുള്ള ഒരാൾ തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന് കൂടെ പറയുമ്പോൾ ആർ ശ്രീലേഖയുടെ പേര് വലിയ രീതിയിൽ എടുത്തു സംസാരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി കടക്കുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ഇനി ആരാണ് ഈ ആർ ശ്രീലേഖ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2020 ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അതായത് DGP സ്ഥാനത്ത് നിന്ന് വിരമിച്ച ആർ ശ്രീലേഖ ശാസ്തമംഗലം ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് ബി.ജെ.പിയുടെ കുതിപ്പിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളായി വേറിട്ട് നിന്നത് എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. 64 വയസ്സുള്ള മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായ മേയർ സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്ന സാഹചര്യത്തിൽ എന്തടിസ്ഥാനം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യത്തിനുള്ളൊക്കെ ഉത്തരമായിരുന്നു അവരുടെ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ ഊഹാപോഹങ്ങൾക്ക് തുടക്കമിട്ട ഒരു സാഹചര്യമായിരുന്നു ആർ ശ്രീലേഖ എന്നുള്ളൊരു കാൻഡിഡേറ്റിന്റെ ഭാഗമായിട്ടുണ്ടായത്. പക്ഷേ ആ ഊഹാപോഹങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല, ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നുള്ള ശ്രീലേഖയുടെ വാക്കിൽ ജനങ്ങൾ വിശ്വസിച്ചു എന്ന് തന്നെ ആ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ വ്യക്തമായി. എന്തായാലും അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിയമിതയാകപ്പെടുകയാണ് എങ്കിൽ സംസ്ഥാന തലസ്ഥാനത്തെ പാർട്ടിയുടെ ആദ്യത്തെ മേയറായിട്ട് കൂടി ആർ ശ്രീലേഖ മാറും എന്നുള്ള ഒരു സവിശേഷത കൂടെ. എന്തായാലും സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന്, അതായത് മേയർ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള സാധ്യതകളെ കുറിച്ചുള്ള ചോദ്യത്തിന് ശ്രീലേഖ നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് തീരുമാനം പാർട്ടി നേതൃത്വത്തിൻ്റെതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ശാസ്തമംഗലം വാർഡിൽ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിക്കും ഇത്രയും ലീഡ് ലഭിച്ചിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവർ ആ പ്രതികരണം നടത്തിയത്. വിധിക്ക് ഞാൻ ജനങ്ങളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ അവർ വിജയത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് തന്റെ പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ജനങ്ങൾക്കൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം മുതൽ LDFും കോൺഗ്രസും അപ്രതീക്ഷിതമായിട്ടുള്ള പരിധിക്കപ്പുറം എനിക്കെതിരെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചതെന്ന് അവർ പറഞ്ഞു. എന്റെ വാർഡിലെ ജനങ്ങൾ അവരെ എല്ലാം തള്ളി കളഞ്ഞ് എന്റെ കൂടെ നിന്ന ആ ഒരു തീരുമാനം, അതിലാണ് തനിക്ക് സന്തോഷമുള്ളതെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത്. 101 അംഗ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് 50 വാർഡുകൾ നേടിക്കൊണ്ട് BJP വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്തു. CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 29 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേടിയിരിക്കുന്നത് 19 സീറ്റുകളാണ്. 2 വാർഡുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നേടിയിട്ടുള്ളത്. എന്തായാലും ഈ തരത്തിൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം കുറവാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി ദീർഘകാലമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു നഗരത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റമായിട്ടാണ് ഈ ഒരു അടയാളപ്പെടുത്തലിനെ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മേയർ കാൻഡിഡേറ്റിലേക്ക് ശ്രീലേഖയുടെ പേര് വരുമ്പോൾ ഇനി അവർ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം. എന്തായാലും തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ശ്രീലേഖയ്ക്ക് ഈ ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് പാർട്ടിക്ക്. 1987 ജനുവരിയിൽ ജനനം കൊണ്ടവർ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ നിരവധി ജില്ലകളിലെ പോലീസ് യൂണിറ്റുകളിലെ തലവനായിട്ട് പ്രവർത്തിച്ച അവർ CBI, കേരള ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, ഫയർഫോഴ്സ്, മോട്ടോർ വാഹന വകുപ്പ്, ജയിൽ വകുപ്പ് എന്നിവ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഏജൻസികളിലെല്ലാം സേവനമനുഷ്ഠിച്ച ആളാണ്. 2017 ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി സ്ഥാനക്കയറ്റം ലഭിച്ചു. കേരളത്തിൽ ഈ പദവി നേടുന്ന ആദ്യത്തെ വനിത എന്നുള്ള സവിശേഷതയും ഇവർക്ക് തന്നെയാണ്. CBIയിലെ പ്രധാനപ്പെട്ട പ്രവർത്തന സമയത്ത് ഒരുപാട് റെയ്ഡുകളും അഴിമതികളും വിരുദ്ധ നിലപാടുകൾക്കും ഒക്കെ അവർ റെയ്ഡ് ശ്രീലേഖ എന്ന വിളിപ്പേര് നേടാൻ അവസരമൊരുക്കി. 33 വർഷത്തിലേറെ പൊതുസേവനത്തിന് ശേഷം 2020 ഡിസംബറിലാണ് അവർ വിരമിക്കുന്നത്. അങ്ങനെ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ആ ശ്രീലേഖ. ഒരുപാട് വിവാദങ്ങൾ കൂടെ ആ ശ്രീലേഖയെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. 2017 നടിക്കെതിരെ ലൈംഗിക അതിക്രമ കേസിൽ നടൻ ദിലീപിനെ തെറ്റായി ഉൾപ്പെടുത്തി എന്ന വാദവുമായിട്ട് ശ്രീലേഖ നടത്തിയിട്ടുള്ള പ്രസ്താവന അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം വലിയ പൊതുശ്രദ്ധയാണ് ഇവർക്ക് ലഭിച്ചത്. അടുത്തിടെ പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഫയൽ ചെയ്യുന്നതിലെ കാലതാമസത്തെ ചോദ്യം ചെയ്തും ഇവർ വീണ്ടും രംഗത്തെത്തി വിവാദം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനത്തിൽ 2024 ഒക്ടോബറിലാണ് പിന്നീട് ഇവർ BJPയിലേക്ക് ചേരുന്നത്. തന്റെ പോലീസ് ജീവിതത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ലെന്ന്, രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്നൊക്കെ സേവനമനുഷ്ഠിച്ച സാഹചര്യത്തിൽ ശ്രീലേഖ പറഞ്ഞെങ്കിലും പിന്നീട് അവരുടെ ഒരു രാഷ്ട്രീയ രംഗപ്രവേശവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. സംസ്ഥാന തലസ്ഥാനത്ത് BJP അത്ഭുതപൂർവ്വമായിട്ടുള്ള ഉയർച്ച ആഘോഷിക്കുമ്പോൾ കേരളത്തിന്റെ പൗര രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നയിക്കാൻ ശ്രീലേഖ എത്തും എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു സംസാരം ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആർ ശ്രീലേഖയാണ് മേയറായിട്ട് വരുന്നത് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി കൂടെ കേൾക്കാം. IPS ആയി കഴിഞ്ഞാലുള്ള നമ്മൾ ഇരുന്ന് നമ്മളെ പാവങ്ങൾ ആരെങ്കിലും ചെന്നൊരു കാര്യം പറഞ്ഞാൽ അവര് അംഗീകരിക്കൂല. പക്ഷെ രാജേഷ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പാവങ്ങളെ കാര്യങ്ങളൊക്കെ കേട്ട് നല്ല രീതിയിൽ പോകുമെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടല്. പാവങ്ങളെ കാര്യം കേൾക്കാനുള്ള താല്പര്യമുണ്ട് എങ്കിലേ ഇത് മുന്നോട്ട് പോകുള്ളൂ.
മറ്റവർക്ക് പരിചയസമ്പത്തില്ല, പാവങ്ങളുമായിട്ടുള്ള ഒരു രമ്യത ഇല്ല. ഇതുവരെയുള്ള ഭരണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ പ്രതീക്ഷിക്കണം. പൂർണ്ണമായിട്ട് ഇത് മാറിയ നല്ലത് വരുമെന്നാണ് പ്രതീക്ഷ. ഇനി കണ്ടറിയണം. ആര്യയുടെ ഭരണം എങ്ങനെയുണ്ട്? അത് വളരെ മോശം. പാവങ്ങളെ നമ്മൾ എന്തെങ്കിലും ചെന്ന കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. ദൂരെ ഇരുന്ന് അങ്ങോട്ട് തിരിഞ്ഞെഴുന്ന് എഴുതിക്കൊണ്ടിരിക്കും. നമ്മൾ പറയണത് പാവങ്ങളൊന്നും അവര് നമ്മളെന്തെങ്കിലും ഒരു പരാതി ചെറിയ കാര്യമായാലും എന്തായാലും കേൾക്കാനുള്ള താല്പര്യമില്ല. നമ്മൾ കയറി ചെല്ലുമ്പോഴും അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പേന എടുത്ത് എഴുതിക്കൊണ്ടിരിക്കും. രാജേഷ് വന്നാ കൊള്ളാം, IPS വന്നാലും ശരിയാവൂല. ഒന്നും പറയാനില്ല. ഇപ്പൊ ഉണ്ടാവണം. ഇതൊക്കെ കഷ്ടപ്പെടാൻ വേണ്ടി ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടു. ഇനി ആരെങ്കിലും നല്ലവര് ഭരിക്കുന്നു, ആരായാലും നല്ലത് വരണം. എന്നുവെച്ചാൽ നമുക്കൊക്കെ പാവങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുന്ന ആരെങ്കിലും വരണം. ആരാവാനാ അമ്മ സാധ്യത? എനിക്ക് അറിഞ്ഞൂടാ മക്കളെ, അത് പറയാൻ എനിക്കറിയാം. ആരായാലും നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യണവരായിരിക്കണം ഭരണവും. നിലവിലുണ്ടായിരുന്ന ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? അത് എന്നെ ആരെയും അടിയത്